നേരത്തെ പിരിയുമെന്നൊക്കെ നെഗറ്റീവ് അടിക്കുന്ന സാഹചര്യം വരാൻ കാരണം നേരത്തെ പറഞ്ഞില്ലേ, ഇങ്ങനെ സിനിമാ മേഖലയിലുള്ളവർ എൻ്റർടൈൻമെൻറ്റ് മീഡിയയിലുള്ളവരൊക്കെ വിവാഹം കഴിക്കുന്നു, അത് വലിയ വാർത്തയാവുന്നു, പിന്നെ പെട്ടെന്ന് അവർ പിരിയുന്നതും വാർത്തയാവുന്നു എന്നൊക്കെ പറയേണ്ടി വന്നതിന് വേറൊരു കാരണമുണ്ട്. ഇന്ന് തന്നെ അതിനൊരു കാരണമുണ്ട്. നമ്മുടെ ഒരു AR റഹ്മാൻ, നമ്മുടെ AR റഹ്മാൻ എന്ന് നമ്മൾ വിളിച്ചിരുന്ന AR റഹ്മാൻ്റെ കുടുംബജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടായിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹം തമ്മിൽ പിരിയാൻ പോകുന്നു എന്ന വാർത്തയാണ്. അതാണ്, അതുകൊണ്ടാണ് നമ്മളത് പറയുന്നത്, ചുമ്മാ നെഗറ്റീവ് അടിച്ചതല്ല. ഈ ഒരു വാർത്തയിലേക്ക് വരുന്നതിൻ്റെ ഘട്ടമായിട്ടാണ് അങ്ങനെ കാര്യങ്ങൾ പറയേണ്ടി വരുന്നത്. അതായത് AR റഹ്മാനൊക്കെ അത്രത്തോളം എന്താ പറയുക, മൂല്യങ്ങൾക്കും സ്നേഹത്തിനും നന്മയ്ക്കൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് വളരെ ഒരു ആശങ്കയിലാണ് നമ്മൾ നോക്കിക്കാണുന്നത്. AR റഹ്മാനും സൈറയും വേർപിരിയുന്നു. പിരിയുന്നത് 29 വർഷത്തെ ദാമ്പത്യത്തിന് ശേഷം. എനിക്ക് ഈ വാർത്ത വായിക്കാനുള്ളൊരു ധൈര്യമില്ല, നീ വായിക്കൂ. വേദനയോടെയാണ് ഈ തീരുമാനം എടുക്കുന്നതെന്നും ഒത്തുചേരാനാവാത്ത വിധം അകൽച്ചയിലായെന്നും സൈറ പറയുന്നു. തീരുമാനം സ്ഥിരീകരിച്ച് സൈറയുടെ വക്കീൽ പത്രക്കുറിപ്പ് പുറത്തിറക്കി. 1995 വീട്ടുകാർ നിശ്ചയിച്ചുറപ്പിച്ച വിവാഹത്തിലൂടെയാണ് ഇരുവരും ഒരുമിച്ചത്. രംഗീല, ബോംബെ തുടങ്ങിയ സിനിമകളുമായി വധുവിനെ അന്വേഷിക്കാൻ പോലും കഴിയാത്ത വിധം തിരക്കിലായിരുന്ന തനിക്ക് വേണ്ടി അമ്മയാണ് സൈറയെ നിശ്ചയിച്ചതെന്ന് റഹ്മാൻ വെളിപ്പെടുത്തിയിരുന്നു. ഇവർക്ക് 3 മക്കളും ഉണ്ട്. 3 മക്കളുണ്ട്. ആ 3 മക്കളും അവരവരുടെ ഒരു താല്പര്യത്തിനനുസരിച്ചുള്ള ലൈഫ് സ്റ്റൈലാണെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരാൾ മ്യൂസിഷ്യനാണ്, മറ്റൊരാൾ വളരെ എന്താ പറയുക, ഒരു ഓർത്തഡോക്സ് ആയ രീതിയിൽ നിയമങ്ങളെല്ലാം പാലിച്ച് ജീവിക്കുന്ന ഒരു മുസ്ലിം കൺസെപ്റ്റിലൊക്കെ അടിയുറച്ച് വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ഈവൻ എന്താണ് മുസ്ലിം വേഷം ഉണ്ടല്ലോ, അതിനെന്താ പറയുക, പർദ്ദയൊക്കെ അണിഞ്ഞൊക്കെ വളരെ എന്താണ് നിയമങ്ങളെല്ലാം പാലിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. പക്ഷെ മറ്റൊരു ആൾ ഭയങ്കര മോഡേണുമാണ്. അങ്ങനെ തൻ്റെ മക്കളെ അവരവരുടെ വിശ്വാസങ്ങൾക്കനുസരിച്ചും അവരവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചും വിടുന്ന ഒരു ഫാദറാണ് AR റഹ്മാൻ. 3 പേരെയും അവരവരുടേതായ ഇഷ്ടങ്ങൾക്കനുസരിച്ചാണ് അദ്ദേഹം വിട്ടിരിക്കുന്നത്. നല്ലൊരു കുടുംബജീവിതമായിരുന്നു, മാതൃകാപരമായിരുന്നു എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷേ ആ കുടുംബജീവിതത്തിലും പ്രശ്നങ്ങളുണ്ടെന്ന് ഇപ്പോഴാണ് അറിയുന്നത്. ഭാര്യ തന്നെ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. അതായത് സ്നേഹമുള്ളപ്പോൾ തന്നെ എന്താണ് അടുക്കാൻ പറ്റാത്ത വിധം അകലത്തിലാണ് ഞങ്ങൾ എന്നുള്ളൊരു പ്രസ്താവന അദ്ദേഹമല്ല അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇറക്കിയിരുന്നു. അപ്പോൾ ആ ഒരു വളരെ ഹൃദയഭേദകമായ ഒരു വാർത്തയാണ് വരുന്നത്. ഇത് ഡീൽ ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥ ഇരു കൂട്ടർക്കും കൊടുക്കട്ടെ. അതുണ്ടായതുകൊണ്ടാണല്ലോ അവർ ഡിവോഴ്സ് എന്നുള്ളതിലേക്ക് പോകുന്നത്. പക്ഷേ AR റഹ്മാന്റെ ഡിവോഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും ഒരാളും പ്രതീക്ഷിക്കുന്നില്ല. ധനുഷിൻ്റെ ഒക്കെ ഡിവോഴ്സ് പോലെയല്ല. ധനുഷ് അങ്ങനെയൊക്കെ നമുക്കത് പ്രഡിക്റ്റബിളാണ്. വേറൊന്നുമല്ല, അവരുടെയൊക്കെ ഒരു ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ്. ധനുഷ് അല്ലെങ്കിൽ അതുപോലുള്ള ആളുകളൊക്കെ അവർ ഒരുപാട് എന്താണ് നടിമാരുമായിട്ടൊക്കെ കണക്ഷൻ ഉണ്ടെന്നൊക്കെ ഉള്ള വാർത്തകളും പുറത്തു വരലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഒരു വൈഫിന് തീരുമാനം എടുക്കാൻ വളരെ എളുപ്പമാണ്. ഓക്കെ, എനിക്ക് വേണ്ട, കാരണം അവരവരുടെ വഴിക്ക് വിടാമെന്നുള്ളത്. പക്ഷേ AR റഹ്മാൻ്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചതെന്നുള്ളത് നമുക്കറിയില്ല. അതുകൊണ്ട് എന്നിരുന്നാലും എന്തായാലും അവർക്ക് ആ ഒരു ഇത് തരണം ചെയ്യാൻ സാധിക്കട്ടെ എന്തായാലും, അല്ലേ? AR റഹ്മാൻ കൂടുതൽ നല്ല മ്യൂസിക്സ് ഒക്കെ ഇനിയും സൃഷ്ടിക്കാൻ സാധിക്കട്ടെ. എന്തായാലും അദ്ദേഹം വിട്ടുകളയില്ലല്ലോ. ലവ് ഫെയിലിയർ സോങ്സ് ഒക്കെ അടിപൊളിയാ. മറ്റേ കാണവില്ലേ നെറ്റ് ആ പാട്ടൊക്കെ അടിപൊളിയാ. പ്രത്യേകിച്ച് ഈ ലവ് ഡിപ്രഷൻ സോങ്സ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇനി ചിലപ്പോൾ കുറച്ചും കൂടി നല്ല രീതിയിൽ അദ്ദേഹം ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അല്ല, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. എന്നാലും ഓരോ കഷ്ടകാലത്തിന് ഓരോ സമയത്ത് ഓരോന്ന് വരുന്നതാണ് വായിൽ. ക്ഷമിക്കണം. എന്തായാലും നല്ലൊരു രീതിയിൽ അവർക്ക് പിരിയാൻ സാധിക്കട്ടെ. അല്ല, അങ്ങനെ എന്ത് പറയുകയാണ് ഈ അവസരത്തിൽ എനിക്ക് മനസ്സിലാവണല്ല എന്താ പറയേണ്ടതെന്ന്. അവരെന്തായാലും പിരിയാൻ തീരുമാനിച്ചു, സംഭവിക്കാനുള്ള സംഭവിച്ചു. ഓക്കെ പിന്നെ വക്കീലിനെതിരിടയിൽ വെച്ച സ്ഥിതിക്ക് ഇനിയിപ്പോ എന്നാ സംസാരിച്ച് അവര് ഒന്നിക്കട്ടെ. വീണ്ടും നമ്മുടെ ആഗ്രഹം അത് തന്നെയാണ്, ഇങ്ങനെ പിരിയണം എന്നുള്ള ആഗ്രഹമൊന്നുമില്ല. അതുകൊണ്ടാണ് ആദ്യം തന്നെ പിരിയണ വാർത്ത പറയാതെ ഒന്നിക്കുന്ന വാർത്ത പറഞ്ഞത്. ഒന്നിക്കുന്നവരൊന്നും പിരിയാതിരിക്കട്ടെ, പിരിഞ്ഞവരൊക്കെ ഒന്നിക്കട്ടെ. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. നീതു എന്താ പറയാനുള്ളത്? അത്രേ നീതുവിനും പറയാനുള്ളൂ.